ആ സെബാസ്റ്റ്യൻ അച്ഛൻ ഇതെവിടെ പോയോ? അങ്ങേരോട് ഞാൻ അപ്പളേ പറഞ്ഞതാ വല്ലതും ബ്ലോക്ക് കോഴിയെ മേടിച്ചാൽ മതിയെന്ന്. അതെങ്ങനെ നാടൻ കോഴിയെ ഇറങ്ങും. ഇനി എപ്പോൾ കറി വെച്ചിട്ട് കിടക്കാനാ? പോയി നോക്കിയേക്കാം. എന്നാ കുഞ്ഞാടെ, എന്തോ പറ്റിയേ? സെബാസ്റ്റ്യൻ അച്ഛൻ കോഴി. കുഞ്ഞാടെ എന്തുവാ സെബോ ചെയ്ത്? കൂടെ ഒന്നും പറിക്കാതാണോ കൊണ്ടുവന്നേ? ഒന്ന് സമ്മതിക്കണ്ടേ അതിന്? കിടക്കുന്നു. ഇതിപ്പോ എന്തോ ചെയ്യും? കറി വെക്കണോ? ഛേ, അതല്ല, ഈ കൊച്ചിനെ എന്തോ ചെയ്യുമെന്ന്. എന്തോ ചെയ്യാനാണെന്ന് പറ. ആരും കാണണ്ടാന്ന് കരുതിയ ഇതിനെ വെട്ടാൻ കാട്ടിലോട്ട് പോയത്. അപ്പൊ ദണ്ട് പുറകെ ഒച്ച വല്ലതും കേട്ട ആൾക്കാർ വന്നിരുന്നേ ഞാൻ വല്ലതും ചെയ്തതാന്നല്ലേ പറയൂ. പിന്നല്ലാതെ. ഒരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞാടിന്റെ നമ്പർ രജിസ്റ്ററിൽ കാണും, വീട്ടിൽ വിളിച്ച് പറയാം. ആ, അങ്ങനെ വല്ലതും ചെയ്യാം. അല്ല, ബോധം വരുന്നിടം വരെ ഇതിനെന്തോ ചെയ്യും. തന്നെ എണിച്ചു പോക്കോളും. അത് ശരി, മാറി നിൽക്കുന്നോട്ട്. എക്സാക്ട്ലി. ബട്ട് ഈ ലോകത്ത് ഒരേ ഒരു ശക്തിയുള്ളൂ, പണം. Those who have money will have the power. അയാളെന്താ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? വെയിറ്റ്. ഹലോ, ഐ ആം മഹിത മഹാദേവ്. ഒരാള് മഹിത മഹാദേവ്, മറ്റേയാള് ടിഷ്യൻ ബാലൻ. അപ്പൊ ഇവരുടെ അച്ഛൻ മാനവായിരിക്കും അത് മഹാദേവായിരിക്കും? ഓ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, ഞാനെന്തിനൊക്കെ അന്വേഷിക്കുന്നത്? ഞാനൊരു പാവാടി. ശാപം. എന്താ ആന്റി, മാർത്ത ഇവിടെ വല്ലതും വന്നോ? ഇല്ല, സന്ധ്യക്ക് ഒരുമിച്ചാ ഞങ്ങള് വന്നത്. പിന്നെ അവൾ അങ്ങോട്ട് പോയി. കർത്താവേ, എന്റെ കുഞ്ഞ്. ഹലോ, ഇത് പള്ളിമേടയിൽ നിന്നാണ്. ജോസഫ് കുരുവിളയുടെ വീടല്ലായോ? അതെ. നിങ്ങളുടെ മോള് മാർത്ത ഇവിടുണ്ട്. ഒന്ന് വന്നിരുന്നേ നല്ലതായിരുന്നു. ആ അച്ചോ, ഞാൻ വന്നേക്കാം. ഈ കൊച്ചെന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയേ? അന്നൊരു കാര്യം ചെയ്യാണ്ടി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ആ, സെറ്റ്. അമ്മച്ചി, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാവേ. ആ, എങ്ങോട്ടേലും പൊക്കോ. അപമാനം. എന്റെ അടുത്തേക്ക് വരല്ലെന്നാ പറഞ്ഞു. ഈ നാട്ടിൽ ഇത്തിരി നാടൻ ചിക്കൻ കറി കൂട്ടാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? എന്തോന്ന്? ഏയ്, അങ്ങനൊന്നുമല്ല. നിങ്ങൾ ടോപ്പിക്ക് മാറ്റാൻ നോക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാതിരിക്കുന്നവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുക, ബട്ടർഫ്ലൈനെ കുപ്പി പൂട്ടി വെക്കുക, പോരാത്തതിന് രാത്രിയിൽ കോഴിയെ കൊല്ലുക. നിങ്ങൾ ഒരു മനുഷ്യജീവിയാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. You're right. I'm not a human.
I'm a devil, devil of the skies. രാത്രിയിലാണ് ഡെവിൾസ് സഞ്ചരിക്കാറ്. അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള സാക്രിഫൈസസ് we need to do. അത് ചിലപ്പോൾ മൃഗങ്ങളെ ആവാം, ചിലപ്പോൾ മനുഷ്യരെയും ആവാം. കാറ്റായിട്ട്, മഴയായിട്ട്, ചിലപ്പോൾ നല്ല പൂച്ചയായിട്ട് വരാം. തനിക്ക് ഇത്ര ബോധമില്ല. ഒരച്ഛന്റെ ധ്യാനത്തിന്റെ ഇടയിൽ കിടന്ന് വള സംസാരിച്ച പിന്നെ ദേഷ്യം വരില്ലേ? പിന്നെ ബട്ടർഫ്ലൈ, അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിന് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പൂട്ടി വെക്കുന്നതാ. ആം എ ഫാദർ, ദൈവത്തിന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ കോഴിയെ കൊന്നത് അത് ജയിനച്ചിന്റെ പേടിയേണ്ട. പക്ഷെ എനിക്കറിയേണ്ടത് അതൊന്നുമല്ല. കുഞ്ഞാടെന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? പുറകെ നടന്നൊന്നുമല്ല, രാത്രി കാട്ടിലോട്ട് കയറിപ്പോയപ്പം എന്തോ പന്തികേട് തോന്നി, അതും കൊണ്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് പോയാലും ഇയാൾക്ക് എന്താ? ആരെങ്കിലും ഇനി എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നച്ചു, നമ്മളെ വിട്ടേക്ക്. അറിയാതൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. കൂട്ടുകാര് പുറത്തു നിൽപ്പുണ്ട്, ചെല്ല്. ഓ, രക്ഷപ്പെട്ടു. മാർത്ത, ഒന്നുമില്ല, പൊക്കോ. ഓ, അപ്പൊ ജീനച്ചൻ കുക്കൊക്കെ ചെയ്യല്ലേ? നീ ഇവിടെ വന്നു. കുഞ്ഞാടെ, ഈ രാത്രിയിൽ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്റെ ഫ്രണ്ട് ഇവിടെ കണ്ടുണ്ടായിരുന്നു, അപ്പൊ അവളെ കൊണ്ടുപോകാനായിട്ട് വന്നതാ. അത് മനസ്സിലായി, പക്ഷെ ഈ കിച്ചണിലോട്ട് എന്തിനാ വന്നേന്നാണ് ചോദിച്ചത്. നല്ല ചിക്കൻ കറിയുടെ സ്മെല്ല് ഇവിടുന്ന് വന്നോണ്ട് അച്ഛനുണ്ടാക്കുന്ന കുറച്ച് കറി എനിക്കിവിടെ തരും. അതെന്താ, നിന്റെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല? ഇല്ലച്ചോ, ഞാൻ അനാഥയാ. ഓ സോറി. ദൈവം എന്തിനാ ഈ പാവം കുട്ടിയോട് ഇങ്ങനെ കാണിച്ചത്? So cruel. അച്ഛനും അമ്മയുള്ള അനാഥ, പക്ഷെ ആർക്കും എന്നെ വേണ്ട. ഓ നീ എന്താ എന്നെ കളിയാക്കുവോ? അങ്ങനെ തോന്നിയോ? ആ തോന്നി. സോറി, ബട്ട് അതെന്റെ പ്രോബ്ലം അല്ല. നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ? എന്തൊരു മനുഷ്യനാച്ചോ നിങ്ങള്. ഇത്തിരി കറി തന്നൂടെ? 5 അപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പടക്കിയവനല്ലേ നമ്മുടെ കർത്താവ്. ഉള്ളത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം എന്നല്ലേ നമ്മുടെ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞാടിനെയും കൊണ്ട് വലിയ ശല്യമാണല്ലോ. എന്തായാലും കറി ഞാൻ തരാം, പക്ഷെ സെബാസ്റ്റ്യൻ അച്ഛൻ കാണല്ലേ. അതെന്താ? ആ, പുള്ളിക്കാരൻ കണ്ട ചിലപ്പോ നിന്നെ എടുത്ത് അപ്പച്ചട്ടിയിലിട്ടെന്ന് വരും. ഫുഡിന്റെ കാര്യത്തിൽ ഇത്തിരി മുടയാ പുള്ളി. ഓ ഐ സീ. ദേ കറി ഇനി ഒന്ന് പോയി തരാവോ? താങ്ക് യു സോ മച്ച്. പിന്നെ കാണാം. ബൈ. ഇതെന്താ സാധനം? ഓ ബ്ലഡ്. എന്തു പറ്റിയെടുത്ത്? ഇതിൽ കൂടുതൽ ഇനി എന്നാ പറ്റാനടി? ഓ, ജസ്റ്റ് ഒരു 5 സെന്റിമീറ്റർ മുറിവല്ലേ, നമുക്ക് സെറ്റാക്കാം.
അല്ല, മാനവേട്ടൻ എന്തി? കുളിക്കുന്നു. ഓഹോ, കൈ നനയ്ക്കല്ലേ, ഇൻഫെക്ഷൻ ആവും. അയ്യോ, ഇനി ഫുഡിന് എന്നാ ചെയ്യും? അതിനല്ലേ സ്വിഗ്ഗി, സൊമാറ്റോ ഇതൊക്കെ വെച്ചിരിക്കുന്നേ. അതൊന്നും എനിക്ക് പിടിക്കത്തില്ലടി. അത് ശരി, നോ വറീസ്. ഈ നാത്തൂനുണ്ടാക്കി തരും ഫുഡ് എന്റെ ഏട്ടത്തിക്ക് വേണ്ടി. അതിനെ നിനക്ക് തിന്നാനല്ലേ അറിയൂ, ഉണ്ടാക്കാൻ അറിയുമോ? രാവിലെ തന്നെ ഊതല്ലേ ഏട്ടത്തി. ഈ നാത്തൂൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും, എന്നിട്ടേ ഞാനിന്ന് കോളേജിൽ പോകുന്നുള്ളൂ. ഇത് സത്യം, സത്യം പറയട്ടത്തി, സത്യം. ദാറ്റ്സ് മൈ ഗോഡ്. ആദ്യം നമുക്ക് ചായ ഇടാം. Yo, my people, I don't know. The song I play's gonna let you go. Cause you see, it's original. The white's so real. The white's of Smith, the rock and feel. എന്താടി ഇത്? പഞ്ചസാര. ഇത് ഉപ്പാടി. ശരി ഉത്തരം. എനിക്കറിയാം. ഏട്ടത്തെ ഞാൻ ടെസ്റ്റ് ചെയ്തതാ, വെറുതെ കോമഡിക്ക്. മഹി, അറിയത്തില്ലെങ്കിൽ അവിടെ വെച്ചേക്ക്. ഏട്ടത്തി എന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാം. ദേ സൂക്ഷിച്ച്, അത് ചൂടായിട്ടിരിക്കുക. ഒന്ന് പോയേട്ടത്തി. ആരാ ഇവിടെ പടക്കം പൊട്ടിച്ച്? അവിടെ അമ്മൂമ്മയുടെ ഒരു ചട്നി. എന്താ ഇവിടെ നടക്കുന്നേ? പെട്ടു. അറിയാത്ത കാര്യങ്ങൾ ചെയ്യല്ലെന്ന് മഹിയോട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പോലും ഇത്ര ബോധമില്ലേ ശ്രേയ? കുക്കിംഗ് എന്താന്ന് പോലും അറിയാത്ത ഇവളെ കൊണ്ടാണ് നീ ഇത് ചെയ്യാനിരിക്കുന്നത്. അത് മാനവേട്ട, അത്രയ്ക്ക് ചെയ്യാൻ അറിയാവുന്നവര് ഒന്ന് കുക്ക് ചെയ്ത് കാണിക്കും. Step on up to this. 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 Step on up to this crazy love. താനെന്താ കഴിക്കാത്ത? ഏട്ടത്തിയുടെ കൈ മുറിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഇതെങ്ങനെയാ ശ്രേയ പറ്റിയത്? അവളത് ഓൾറെഡി മരുന്ന് വെച്ച് തന്നു. എന്തേ, ഞാൻ മരുന്ന് വെച്ച ഇരിക്കില്ലേ? ഏട്ടത്തെ, ഞാൻ ഇറങ്ങും. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. താൻ കഴിക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായി. ടേക്ക് കെയർ. ഓക്കെ. For the past 1 month, what the hell is happening here? Huh? അയ്യോ, ലേറ്റായി. എന്റെ അമ്മച്ചി തിരിഞ്ഞുവിടിയാലോ? Miss Arishi, യെസ് സർ. what is the time now? 8:45 AM. Don't you know when the college starts? 8:13 AM. So, you know it, right?
ഈ കോളേജിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് പാലിക്കാൻ പറ്റാത്തവര് ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. ലുക്ക്, ലാസ്റ്റ് തവണ എക്സാംസിന്റെ ഗ്രേഡ്സ് ആണിത്. ഇത്ര കാലവും ഈ M2M കോളേജ് നമ്പർ 1 പൊസിഷനിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഓൺലി ബിക്കോസ് ഓഫ് മൈ ഹാർഡ് വർക്ക്. അതൊരു സെക്കൻഡ് പൊസിഷനിലേക്ക് പോകുന്ന കാര്യം ഐ കാൻറ്റ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. The performance of each and every student should be improved. Did you understand? Yes, sir. All of you can leave, except Arishi. ഓ, ഇനി എന്നോട് മാത്രമായിട്ട് ഇയാൾക്ക് എന്ത് കോക്കനട്ടാണോ പറയാനുള്ളത്? തനിക്ക് തോന്നുമ്പോൾ കയറി വരാനും ഇറങ്ങിപ്പോകാനും ഇത് തന്റെ വീടല്ല. തന്നെ പോലെ കുറെ എണ്ണം ഉണ്ട്. ഡോണ്ട് യു ഹാവ് എനി ഷെയിം ഓൺ യുവർസെൽഫ്? ജോലിയൊന്നും വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടും. ആഞ്ജനേയ സ്വാമി, ശക്തി തരണേ. ഈ ജോലി എനിക്ക് വളരെ അത്യാവശ്യമായിപ്പോയി. ഇത്രയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് ചിരിയാ വരുന്നതല്ലേ? രോഹിത്, ഇന്നത്തെ ഇവന്റ് നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്തേക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഋത്തിക്. അയ്യോ, അഹിയ വിടാൻ. ഡോക്ടർ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. തൊട്ടു പോയ കരുതിനി അവനെ. Who the hell are you to interfere in my life? Huh? ഇതെന്റെ ലൈഫാ. ഞാൻ തീരുമാനിക്കും എങ്ങനെ ജീവിക്കണം. ഇതിനുള്ളത് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. എന്താണ് മഹിത ഇപ്പൊ ഇവിടെ നടന്നത്? അയാൾ അടിച്ചപ്പം ഋത്തിക് എന്താ തിരിച്ചടിക്കാഞ്ഞേ? സീനിയർ ഡോക്ടറെ തല്ലിയിട്ട് ഇനി എന്റെ പണി പോവാനായിട്ടാണോ? ബെസ്റ്റ്. എന്തായാലും വാ, ഫസ്റ്റ് എയ്ഡ് വെച്ചുതരാം. ആ മഹി,
നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ആ, അത് സൈലന്റിലായിരുന്നു, ഞാൻ കണ്ടില്ല. നിങ്ങൾ എവിടെ പോയതാ? മാനവേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ അടുക്ക വന്നതാ. എന്തായാലും അവിടെ ചൊറിയും കുത്തി ഇരിക്കല്ലേ, കുറച്ച് ലേറ്റ് ആകുക വരാൻ. പിന്നെ ടെഷ്വിനും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ നാളത്തെ എന്തോ ഇവന്റിന്റെ പരിപാടിയിലാണെന്ന്. ഫുഡ് ഫ്രിഡ്ജിനകത്തുണ്ട്, ചൂടാക്കി കഴിച്ചോണം. ഇല്ലേ എന്റെ സൊമാറ്റോ സ്വിഗ്ഗി ചേട്ടന്മാരെ മതിയെങ്കിൽ അങ്ങനെ. ഓക്കെ ഓക്കെ. ഞാനൊന്നും കാണുന്നില്ലെന്ന് കരുതിയോ നീ? അത്ര ആൾക്കാർ അവിടെ നിന്നോണ്ടാ അവിടെ വെച്ച് നിന്നെ ഞാനൊന്നും ചെയ്യാതെ വിട്ട്. അവനോട് എന്തടി നിനക്ക്? പ്രേമമോ? ആണെന്ന് തന്നെ കൂട്ടിക്കോ നിങ്ങളെ. അയ്യേ, എന്താ ഈ ചെയ്യുന്നത്? What the? അവന്റെ ചെറിയൊരു ടച്ച് പോലും നിന്റെ ശരീരത്ത് വീഴുന്നത് എനിക്കിഷ്ടമല്ല. യു ആർ മൈൻ. പിന്നെ നിന്നെ ഞാൻ കുറ്റം പറയില്ല മഹി. കാരണം പ്രേമം അത് നമുക്ക് ആരോടും തോന്നും. ഇറ്റ്സ് ഗെറ്റ് നാച്ചുറൽ, റൈറ്റ്? ആ ഒരു നിലയിൽ ഋത്തിക്കിനോട് എനിക്ക് ഇഷ്ടം തോന്നുകയും ചെയ്തു. സോ വാട്ട് കെൻ വി ഡു നൗ? ഫുൾ കൺഫ്യൂഷൻ. ആ, ഒരു ഐഡിയ ഉണ്ട്. അവനെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടാലോ? ഓർത്തോ നീ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും മഹി. അവന് പരലോകത്തോട്ടുള്ള ടിക്കറ്റ് നീയായിട്ട് ബുക്ക് ചെയ്യിപ്പിക്കുന്നു. സോ സ്റ്റേ അവേ ഫ്രം ഹിം, ഓക്കെ? ഋത്തിക്കിന് എന്തേലും പറ്റിയ കൊല്ലു നിങ്ങളല്ലേ? റിയലി? അപ്പൊ അവിടം വരെയൊക്കെ ആയി കാര്യങ്ങളല്ലേ? ഋത്തിക്കെന്ന് പറയുമ്പോഴുള്ള ആ സോഫ്റ്റ് കോണർ നൈസ്. എന്നെ കാണുമ്പോഴില്ലാത്ത എന്തോ ഒന്ന് അവനെ കാണുമ്പോൾ നിന്നിൽ ഉണ്ടാകുന്നുണ്ടെന്ന് ഐ നോ ഇറ്റ് മൈ. വേരോടെ പറിച്ചെറിയാൻ ഈ അഹിയാന് നന്നായിട്ടാണ്. എന്റെ എത്തിക്സിനെതിരായിട്ട് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീ എന്നെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. ഇന്നത്തെ ഇവന്റിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. This is a hard work of 6 months, so everything should be neat and perfect. Do you get it? Yes, sir. അല്ല, ഇന്ന് കോളേജിലോട്ടൊന്നും പോകുന്നില്ല നീ? ഇല്ല സർ, എന്തോ എനിക്കിവിടെ പറ്റുന്നില്ല. അതെന്ത്?
അത് ഇയാൾ കാര്യം പറയടൂ. അതിന്റെ MD ഒരല്ലവലാതി അച്ഛ. ഇന്നലെ ഒരു 15 മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞ് അയാൾ അവിടെ കാണിച്ചു കൂട്ടിയ പട്ടിഷ്. ഹോ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അയാൾ മനുഷ്യനല്ല, കാണ്ടാമൃഗമാ, കാണ്ടാമൃഗം. എന്തു പറ്റിച്ച?